സിറിയയിലെ ആഭ്യന്തര കലാപത്തിന് ഉത്തരവാദിയായവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ. ആരും നിയമത്തിന് മുകളിലല്ലെന്നും അഹമ്മദ് അൽ ഷാറ മുന്നറിയിപ്പ് നൽകി. കലാപത്തിൽ 1000-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഒരാഴ്ചയിലേറെയായി സിറിയയിൽ കലാപം തുടരുകയാണ്. ലിറ്റാക്കയിലും ടാർട്ടസിലുമാണ് വ്യാപക ആക്രമണം നടക്കുന്നത്. ബഷാർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന അലാവൈത്ത് വിഭാഗങ്ങളാണ് സൈന്യവുമായി ഏറ്റുമുട്ടുന്നത്. സാധാരണക്കാരെ കൊലപ്പെടുത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ മുന്നറിയിപ്പ് നൽകി. സംഘർഷത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ثم تعرضت مؤخرا لمحاولات عديدة لزعزعة استقرارها وجرها إلى مستنقع الفوضى. واليوم ونحن نقف في هذه اللحظة الحاسمة نجد أنفسنا أمام خطر جديد يتمثل في محاولات فلول النظام الساقط ومن ورائهم من الجهات الخارجية خلق فتنة جديدة وجر بلادنا إلى حرب أهلية بهدف تقسيمها وتدمير وحدتها واستقرارها. إننا نعلم تماما أن هذه المخاطر التي نواجهها اليوم ليست مجرد تهديدات عابرة. 830 സാധാരണക്കാരും 300ഓളം സൈനികരുമാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഡിസംബറിൽ ബഷാർ അൽ അസദ് പുറത്താക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും ആരംഭിച്ചിരുന്നു. നിയന്ത്രണ വിധേയമായിരുന്ന ആക്രമണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ വ്യാപകമാവുകയുമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.